കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലന്റ് നരഹത്യാ കേസിൽ പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കൊയിലാണ്ടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. റിമാൻഡിലായ പ്രതികളായ നിഖിലിനെയും ദീപേഷിനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം കേസിലെ മുഖ്യപ്രതി രഞ്ജിത്തിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഇപ്പോൾ ഈ വിജിലന്റ് നരഹത്യാ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പോലീസ് നീങ്ങുന്നത് എന്നുള്ളതാണ്. കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് കൂടി കടക്കുകയല്ലേ? രോഹിണി, തീർച്ചയായും. അതായത് ഒരു മിസ്സിംഗ് കേസ് മാത്രമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം, അത് 7 വർഷങ്ങൾക്ക് ശേഷം അതൊരു കൊലപാതകമായി മാറ്റപ്പെടുകയാണ്. ഈ സംഭവം നടക്കുന്നത് 2019 ഈ സമയത്ത് ഈ എലത്തൂർ സ്വദേശിയായിട്ടുള്ള വിജിലും അതുപോലെ തന്നെ വിജിലിന്റെ 3 സുഹൃത്തുക്കളും ഈ കോഴിക്കോട് സരോവരത്തെത്തുകയും അവിടെ നിന്ന് ഇവർ 3 പേരും കൂടി ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ 4 പേരും അവിടെ അബോധാവസ്ഥയിലേക്ക് ആവുകയും പിന്നീട് ഇതിൽ 3 പേർ ഉണരുകയും വിജിൽ എന്നാൽ ഉണർന്നില്ല എന്നാണ് ഈ വിജിലിന്റെ സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴി. അതിനുശേഷം പിന്നീട് ഇവർ അതൊരു ചതുപ്പ് പ്രദേശമാണ്, ആ ചതുപ്പ് പ്രദേശത്തിലേക്ക് ഈ വിജിലിനെ കെട്ടിത്താഴ്ത്തുക, അതായത് കുഴിച്ചിട്ടു. പിന്നീട് ഈ വിജിലിന്റെ വീട്ടുകാർ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വിജിലിന്റെ വീട്ടുകാർ ഇത്തരത്തിലൊരു മിസ്സിംഗ് പരാതി ഈ എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തി സമർപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും തന്നെ ഒരു ഗോൾഡൻ ഹവർ അവിടെ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ പ്രതികളിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് തങ്ങൾ ഇത്തരത്തിലൊരു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൾ അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം തങ്ങളിലേക്ക് ഒരു അന്വേഷണവും ഇനി ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് വീണ്ടും ഈ പ്രതികൾ ഈ വിജിലിനെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന ആ ചതുപ്പ് നിലമുള്ള ആ പ്രദേശത്തേക്ക് എത്തുകയും വിജിലിന്റെ ഹസ്തി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റി ഈ കടലിൽ കൊണ്ടൊഴുക്കി എന്നാണ് പ്രതികൾ ഈ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല വിജിലിന്റെ മൊബൈൽ ഫോൺ അത് മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ബൈക്ക് ഉണ്ടായിരുന്നു, ഈ ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പോലീസിനോട് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള ഈ വിജിലന്റ് സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും വലിയ രീതിയിലുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. കാരണം ഈ സരോവരം പോലുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് നിരവധി ആളുകളുള്ള ഒരു വലിയ പ്രദേശമാണ്. അവിടെ എങ്ങനെയാണ് ഇവർക്ക് വീണ്ടും ഇത്തരത്തിൽ അവിടെ തിരിച്ചെത്തുക, ചതുപ്പ് നിലത്തിൽ നിന്ന് ഈ അസ്ഥി തിരിച്ചെടുക്കുക എന്നതൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? മറ്റൊന്ന്, ഈ പ്രതികൾ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ വിജിലിന്റെ ഈ ബൈക്ക് ഉപേക്ഷിച്ചതെന്നാണ്. അതിലൊക്കെ തന്നെ വലിയ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതികളെ നിലവിൽ കസ്റ്റഡിയിലുള്ള റിമാൻഡിലുള്ള പ്രതികളായിട്ടുള്ള വിജിലിന്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ വാങ്ങി അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഈ വിജിൽ തിരോധാന കേസിൽ ഒരു കൃത്യമായൊരു ചിത്രം പുറത്തുവരൂ. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.